ചിന്നക്കനാലിലും ശാന്തൻപാറയിലുമായി കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50-ന് മുകളിലാണ്. ഓരോ വർഷവും അത് കൂടിക്കൂടി വരുന്നു. ഇതിലേക്കെല്ലാം നയിക്കുന്ന ഒരു കാരണം എന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് ചുറ്റും നിൽക്കുന്ന ഈ മരങ്ങളാണ്, യൂക്കാലി മരങ്ങൾ. ഒരു കാലത്ത് പുല്ലുമേടുകളും മൊട്ടക്കുന്നുകളുമായിരുന്നു ഈ പ്രദേശമെല്ലാം. 2000-ലാണ് ഈ പ്രദേശം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് പാട്ടത്തിന് നൽകിയത്. അവരിവിടെ യൂക്കാലിയും ഗ്രാൻഡീസും എല്ലാം നട്ടു. അതുമുതലാണ് ചിന്നക്കനാലിലെ കാട്ടാനാക്രമണം രൂക്ഷമാകുന്നതും. പുല്ലുമേടുകളും ചതുപ്പുകളും ഇല്ലാതായതോടെ കാട്ടാനകൾ കർഷകന്റെ കൃഷിയിടത്തിലേക്ക് എത്തി. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പ്രദേശവാസികളുടെ ജീവനൊപ്പം 10-ലധികം കാട്ടാനകളും ഇല്ലാതായി. ഈ പാഴ്മരങ്ങൾക്ക് അടിയിൽ വളരുന്നതും പ്രധാനമായും പാഴ്സസ്യങ്ങളാണ്. ഇത്തരം കൊങ്ങിണികളുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചിപ്പുല്ലാണ്. ഈ പുല്ല് അത് തളിരായിരിക്കുന്ന സമയത്ത് മാത്രമേ ആനയ്ക്ക് കഴിക്കാൻ കഴിയൂ. അതിനുശേഷം ഇത് ആനയ്ക്ക് കഴിക്കാൻ കഴിയില്ല. ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു പ്രദേശമായി ഈ പ്രദേശത്തെ മാറ്റിയത് ഈ യൂക്കാലി മരങ്ങളാണ്. ഇന്ന് പ്രദേശവാസികളും അധിനിവേശ വൃക്ഷങ്ങളുടെയും അത് പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റത്തെയും കുറിച്ച് ബോധവാന്മാരാണ്. ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഈ യൂക്കാലി നിർമ്മാർജ്ജനം ചെയ്യണം. ഇവിടുത്തെ ചതുപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം വെള്ളം എല്ലാവരും ടാങ്കിലോറിക്കാണ് സിംഗാണ്ടത്തൊക്കെ അടിക്കുന്നത്. ഇവിടെ എല്ലാം അതിഭയങ്കര പേടിപ്പിക്കുന്ന ചതുപ്പുകളുണ്ടാകുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ യൂക്കാലി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ തണുപ്പില്ല, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പഠനം നടത്താതെ മെയിൻ ഉദ്യോഗസ്ഥന്മാർ IPS എഴുതുന്നവരൊക്കെയാണല്ലോ കാര്യങ്ങൾ. നമ്മൾ ഈ 40 വർഷത്തെ പരിജ്ഞാനമുള്ള നമ്മളെ പറയുന്നത് അത് ആരും എടുക്കില്ലല്ലോ. നമുക്ക് റെക്കോർഡിൽ കൊണ്ടുവരാനും പറ്റില്ല. ഇതൊക്കെ മാറ്റി ഈറ്റ ഇല്ലി നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഈ പറയുന്ന ശല്യം ഉണ്ടാവില്ല. HNLന്റെ പാട്ടക്കാലാവധി 2021-ൽ അവസാനിച്ചതാണ്. എന്നാൽ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്ന വിദേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. അവരുടെ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കൊളുക്കുമലയ്ക്ക് ഡെയിലി ആന സഞ്ചരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൊളുക്കുമല ഇതുവരെ ആന കയറിപ്പോയ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നിരവധി കാഴ്ചപ്പാടുകൾ അവരുടെ തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇവിടുത്തെ ടൂറിസത്തെയും ഇവിടുത്തെ ജനജീവിതത്തെയും ദുസ്സഹമാക്കുന്ന രീതിയിലാണ് അവരുടെ ആ റിപ്പോർട്ട് ഫലം വന്നു കഴിഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. പ്ലാന്റേഷൻ വന്നതിന് ശേഷം വെള്ളത്തിന് ക്ഷാമമുണ്ട്. പിന്നെ അതുപോലെ കുടിവെള്ള ക്ഷാമം, കിണറുകളിലെ വെള്ളം വറ്റിപ്പോകുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിദേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് വനം പുനഃസ്ഥാപിക്കുന്ന പദ്ധതിക്കായി ഓരോ വർഷവും ഇന്ന് വനം വകുപ്പ് കോടികളാണ് ചെലവാക്കുന്നത്. വന്യജീവികളെ വനത്തിനുള്ളിൽ തന്നെ നിർത്താൻ ഫലവൃക്ഷങ്ങളടക്കം കാട്ടിൽ നട്ടുപിടിപ്പിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അങ്ങനെ പറയുന്ന സർക്കാർ തന്നെയാണ് കാടിനുള്ളിൽ വിദേശ ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.